ദൈവത്തിന് ബൗദ്ധം പഴയ നിയമ കഥാപാത്രങ്ങളിൽ ആഴമേറിയ മുറിവിന്റെ വേദനയുമായി 13 വർഷം തന്റെ യൗവനകാലത്ത് നേറി ജീവിതം ചെലവഴിച്ച ഒരു വ്യക്തി പ്രഭയാണ് പഴയ നിയമത്തിലെ കഥാപാത്രമായിരുന്ന യോസേഫ്. ഒരു യഹൂദ കുടുംബത്തിൽ തനിക്ക് 11 സഹോദരന്മാരും ഒരു സഹോദരിയും ഉണ്ടായിരുന്നു. താൻ അന്നുണ്ടായിരുന്ന അക്കൗണ്ടിൽ യാക്കൂബിന്റെ ഇളയ മകനാണ്. യോസേഫിന്റെ തിരോധനത്തിനു ശേഷമാണ് ബെന്യാമിൻ യാക്കൂബിന് ഉണ്ടാകുന്നത്. തന്റെ ജീവിതത്തിന്റെ ബാല്യകാലത്തും യൗവനത്തിന്റെ ആരംഭത്തിലും മാനസികമായി ഇത്രയധികം മുറിവേൽക്കപ്പെടുകയും അപമാനിക്കപ്പെടുകയും ആ വേദനയുടെ ഓർമ്മകൾ ജീവിതത്തിൽ പേറി മുൻപോട്ട് ജീവിക്കുകയും ചെയ്യേണ്ടി വന്ന അധികം കഥാപാത്രങ്ങളെ നമുക്ക് ബൈബിളിൽ അല്ലെങ്കിൽ ചരിത്രത്തിൽ കാണുവാൻ സാധിക്കുകയില്ല. ഉണങ്ങാത്ത മുറിവിന്റെ ഓർമ്മകളുമായി യോസേഫ് കഴിയുകയാണ്. ഞാൻ യോസേഫിന്റെ ചരിത്രം പഠിച്ചപ്പോൾ എന്റെ ജീവിതത്തിലുണ്ടായ 2 ചെറിയ ഇൻസിഡന്റുകൾ എന്റെ ഓർമ്മയിൽ വിടുന്നു. 1978 ചാത്തന്നൂരുള്ള ബാപ്റ്റിസ്റ്റ് ബൈബിൾ സ്കൂളിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് അവിടെ ഓയൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഈ ചാത്തന്നൂർക്കാരുടെ വക കുറെ കൃഷിത്തോട്ടമുണ്ട്. അതിലെ കപ്പ പറിക്കാനായിട്ട് ഞങ്ങള് സ്റ്റുഡൻസിനെയൊക്കെ കൊണ്ടുപോയി. അവിടെ വെച്ച് എന്റെ കാലിന്റെ പൊത്തയില് എന്തോ ഒരു മുള്ളു പോലെ സാധനം കൊണ്ടു. എന്താണെന്നറിയാൻ വയ്യ. ആ മുള്ള ഞാൻ എടുത്തു മാറ്റിക്കളഞ്ഞു. തുടർച്ചയായ 7 വർഷം ആ മുള്ള കൊണ്ട ആ പ്രതലം അവിടെ കൃത്യം ആ സമയമാകുമ്പോൾ ആ മുറിവ് ഓപ്പൺ ആകുകയും അവിടുന്ന് പഴുപ്പ് പുറത്തേക്ക് വമിക്കുകയും ചെയ്യും. ഒരു 6-7 വർഷം കഴിഞ്ഞപ്പോൾ നിരന്തരമായ ചില ചികിത്സകൾ കൊണ്ട് അത് ആ മുറിവ് കരിഞ്ഞു. ഇപ്പോഴും ആ പാട് കാലിന്റെ പൊത്തയിലുണ്ട്. ഒരു 4-5 വർഷം മുമ്പ് ഞാനിവിടുന്ന് നമ്മുടെ റാന്നി എരുമേലി കഴിഞ്ഞ് കുറച്ചപ്പുറത്തോട്ട് മാറി ഒരു അരുവിയുണ്ട്. വനത്തിൽ കൂടി ഒഴുകി വരുന്ന അരുവി. ആ അരുവിയില് ഞാൻ വാഹനം ഓടിച്ചു പോകുമ്പോൾ നല്ല കളകളനാഥത്തോട് സുന്ദരമായ വെള്ളം ഒഴുകുന്നു. ആറിലിറങ്ങാൻ എനിക്ക് ഭയമാണ്. കാരണം നീന്തൽ വിദഗ്ധനല്ല ഞാൻ. അതുകൊണ്ട് തന്നെ വാഹനത്തിൽ നിന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു ടവലൊക്കെ ധരിച്ച് ഈ വെള്ളത്തിനകത്ത് ഞാൻ ചാടി. നല്ല തണുത്ത വെള്ളം വനത്തിൽ നിന്ന് ഒഴുകി വരുന്നതാണ്. അങ്ങനെ ഞാൻ ആ വെള്ളത്തിൽ കുളിച്ച് ദേഹം തൂത്ത് കരയ്ക്ക് കയറി വന്നപ്പോൾ ഞാൻ എന്റെ കാലിന്റെ ചെറുവണ്ണയ്ക്ക് നോക്കിയപ്പോൾ അവിടുന്ന് ചോര ഒഴുകുന്നു. കാലിന്റെ പൊത്തയിലേക്ക് ഒഴുകുകയാണ്. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയാൻ വയ്യ. ഞാൻ ചിന്തിച്ചു വല്ല കമ്പോ മറ്റെന്തെങ്കിലും സാധനം ഒഴുകും കൊണ്ടതായിരിക്കാം എന്ന് ചിന്തിച്ചു. എന്നാൽ സൂക്ഷിച്ചു നോക്കിയപ്പോൾ ഒരു ചെറിയ ജീവി കാലെ കടിച്ചിരിക്കുന്നു. അത് ഈ ഒരുതരം അട്ടയാണ്. മനുഷ്യന്റെ രക്തം കടിച്ച് കുടിച്ച് ചീർത്ത ശേഷം മാത്രം പിടിവിടുന്ന ഒരട്ട. എന്നാൽ എന്റെ വണ്ടിക്കകത്ത് ഉപ്പ് ഇരിപ്പുണ്ടായിരുന്നു. ഞങ്ങൾ യാത്ര ചെയ്യുമ്പോൾ എന്തെങ്കിലും ആഹാരം വല്ലതും കഴിച്ചാൽ ഉപ്പ് കുറവാണെങ്കിൽ അതിന് ഉപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ഉപ്പ് ചെറിയൊരു പാത്രം ഉണ്ടായിരുന്നു. പെട്ടെന്ന് തന്നെ വൈഫ് ഈ ഉപ്പിന്റെ പൊടിയെടുത്ത് ഈ കടിച്ചു പറ്റിയിരിക്കുന്ന ജീവിയുടെ ദേഹത്തേക്ക് അതിട്ടു. അത് പിടിവിട്ടു. അത് ഈ ഒരുതരം വെള്ളത്തിൽ ഉള്ള മനുഷ്യനെ കടിച്ച് രക്തം കുടിക്കുന്ന അട്ടയാണ്. കണ്ണട്ട എന്ന് പറയും. സദൃശ്യവാക്യങ്ങളിൽ ഈ അട്ടയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. കണ്ണട്ടയ്ക്ക് തരിക തരിക എന്ന് 2 പുത്രിമാരുണ്ട്. ഈ അട്ട എന്നെ കടിച്ചു. അവൻ കുറച്ച് ദിവസങ്ങളിലേക്കൊക്കെ ഈ കടിച്ച പാടിൽ വല്ലാത്ത ചൊറിച്ചിലുണ്ടായിരുന്നു. അത് ഒരു 2-3 ആഴ്ച കൊണ്ട് അവിടെ ഈ അട്ട കടിച്ച ഭാഗത്തെ കൊച്ചുമുറിവ് അങ്ങ് കരിഞ്ഞു. പക്ഷേ തുടർച്ചയായിട്ട് ഇപ്പോൾ 5 വർഷമായി ഈ അട്ട കടിച്ച ആ സമയം കൃത്യമാകുമ്പോൾ ആ കടിച്ചതിന്റെ പാടിപ്പോഴും കാലേ കിടപ്പുണ്ട്. അത്രയും ഭാഗത്തൊരു കൊമള പോലെ വരും. പഴുക്കും. കുറച്ച് പഴുപ്പ് പുറത്തേക്ക് ചാടും. ഒരു 2-3 ആഴ്ച അതിന് നിൽക്കും. അത് കഴിയുമ്പോൾ ക്ലോസ്ഡ് ആവും. പിന്നെയും അത് അടുത്ത വർഷം ആ സമയമാകുമ്പോൾ പൂട്ടും.
അതിന്റെ മാജിക്കൊന്നും എനിക്കറിയാൻ വയ്യ. ചില ശരീരത്തിൽ ഇങ്ങനെ ഈ കണ്ണട്ട കടിച്ചാൽ അങ്ങനെ സംഭവിക്കാറുണ്ട് എന്നാണ് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വൈകാരികമായോ ഒക്കെ ഉണ്ടാകുന്ന ചില മുറിവുകൾ ശാരീരികമായി ഉണ്ടാകുന്ന മുറിവിനേക്കാൾ വളരെ ഗാധവും ആഴമേറിയതും അത് കരിയാൻ വളരെ പ്രയാസമുളവാകുന്നതും ഇനി അഥവാ കരിഞ്ഞാൽ തന്നെ അതിന്റെ ഓർമ്മകൾ കെട്ടടങ്ങാത്തതുമാണ്. ഏതാണ്ട് 30 വയസ്സ് പ്രായമായപ്പോൾ മിസ്രൈമിലൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയായി ഉയർത്തപ്പെട്ട കർത്താവിന്റെ അനുഗ്രഹീത ദാസൻ യോസേഫ് അദ്ദേഹത്തിന്റെ യൗവനത്തിന്റെ ആരംഭത്തിലെ 13 വർഷക്കാലം ജീവിതത്തിന്റെ വൈകാരിക മണ്ഡലത്തിൽ ആഴമേറിയ മുറിവുകൾ പേറി മിസ്രൈം ദേശത്ത് മിദ്യാനിടയിൽ കഴിഞ്ഞ ഒരു യുവ സ്നേഹിതനായിരുന്നു. അദ്ദേഹത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഈ കാലഘട്ടങ്ങളിൽ യോസേഫിന്റെ സഹോദരന്മാർ ഒരു മൃഗത്തെ പോലെ അവനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റ് കളഞ്ഞിരുന്നു എന്നാണ് വായിക്കുന്നത്. അവന്റെ സ്വന്തം സഹോദരന്മാര് അവനോട് വളരെ മോശപ്പെട്ട നിലയിൽ ഏർപ്പെട്ടു. അത് മാത്രമല്ല, മറ്റൊരു സ്ത്രീ പോത്തിഫറിന്റെ ഭാര്യ അവൻ ചെയ്യാത്ത അപവാദം അവന്റെ മേൽ വെച്ച് കെട്ടി അവനെ കുറ്റവാളിയാക്കി അവനെ കാരാഗ്രഹത്തിലേക്ക് അയച്ചു. മാത്രമല്ല, അവന് വളരെ വിശ്വസ്തനായി ആ സേവനം പോത്തിഫറിന്റെ വീട്ടിൽ ചെയ്തിട്ടും അവന്റെ ജീവിതത്തിൽ ഒരിക്കലും അവനൊരു സ്വസ്ഥത ലഭിച്ചില്ല. കാരാഗ്രഹത്തിൽ വെച്ച് അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത കാരാഗ്രഹ പ്രമാണിയും അവനോട് യാതൊരു ആദരവും കാണിച്ചില്ല. ഇതെല്ലാം വാസ്തവത്തിൽ ആഴമായ മുറിവുകൾ യോസേഫിന്റെ ഹൃദയത്തിന്റെ അന്തർതലത്തിൽ അവൻ ഉണ്ടാക്കി. പക്ഷെ അതെല്ലാം അവൻ സഹിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. ഈ മുറിവുകൾ വാസ്തവത്തില് അവൻ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നാണ് അവനുണ്ടായത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വൈകാരികമോ ആത്മീക തലത്തിലോ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാകുന്ന മുറിവുകൾ പലതും നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളിൽ നിന്നാണ്. അവന്റെ സ്വന്തം സഹോദരന്മാർ അവനോട് ആദില്യം ചെയ്യുമെന്നോ, അവൻ വിശ്വസ്തമായി സേവനം ചെയ്ത പോത്തിഫറിന്റെ വീട്ടിൽ നിന്ന് ഈ ദുരനുഭവം അവനുണ്ടാകുമെന്നോ, അവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് രാജസന്നിധിയിൽ പാനപാത്രവാഹനായി വീണ്ടും പ്രതിഷ്ഠിക്കപ്പെട്ട പാനപാത്രവാഹൻ അവനെ മറന്നു കളയുമെന്നോ, അവൻ എല്ലാവരാലും ഉപേക്ഷിക്കപ്പെടുമെന്നോ ഉള്ള പ്രതീക്ഷയൊന്നും യോസേഫിന് ഉണ്ടായിരുന്നില്ല. ഇവിടെ നോക്കാം, 3 മണ്ഡലങ്ങളിലാണ് അവന് ഈ മുറിവുകൾ ഉണ്ടായത്. ഒന്ന്, അവന്റെ സ്വന്തം സഹോദരന്മാർ. അവന്റെ സ്വന്തം സഹോദരന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെന്യാമീൻ ഒഴികെ ബാക്കിയുള്ളവരെല്ലാം യാക്കോബിന് മറ്റ് ഭാര്യമാർ, അതായത് ലേയായിലും ബെപ്പാട്ടിമാരിലും ഉണ്ടായ കുഞ്ഞുങ്ങളാണ്. എങ്കിലും അപ്പൻ നിമിത്തം അവരെല്ലാവരും അവന്റെ സഹോദരന്മാരാണ്. ഈ യോസേഫ് അവന്റെ സഹോദരന്മാരെ ആഴമായി വിശ്വസിക്കുകയും അവരിൽ നിന്ന് അവരൊരിക്കലും തന്നെ ആ നിലയിൽ ഉപദ്രവിക്കുകയില്ല എന്ന് അവൻ പ്രതീക്ഷിക്കുകയും ചെയ്തു. എന്നാൽ അവന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ അതിന് നേരെ വ്യത്യസ്തമായിരുന്നു. ആ സ്വന്തം സഹോദരന്മാര് അവനെ മിദ്യാന്യ കച്ചവടക്കാർക്ക് വിറ്റുകളഞ്ഞു എന്നുള്ള ദാരുണമായ ചരിത്രമാണ് ഉൽപ്പത്തി പുസ്തകത്തിൽ യോസേഫിന്റെ ചരിത്രം വിവരിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകളായിരിക്കും ചില വേള നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണങ്ങാത്ത ആഴമേറിയ മുറിവ് നമുക്ക് സമ്മാനിച്ച് ആ മുറിവിന്റെ അതിയാതന നാം അനുഭവിച്ച് വേദനയിൽ പിടയുമ്പോൾ അതിൽ സന്തോഷിക്കുന്ന സാഡിസ്റ്റുകളായി മാറുന്നത്. നമ്മൾ വലിയ ഉപകാരം ചെയ്തവരായിരിക്കാം നമ്മളെ ഉപദ്രവിക്കുന്നത്. നമ്മളെ ഒരിക്കലും തള്ളിപ്പറയില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന ആളായിരിക്കും നമ്മളെ തള്ളിപ്പറയുന്നത്. നമ്മുടെ സകല പ്രതീക്ഷയ്ക്കും അപ്പുറത്ത് അപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകൾ തരുന്ന മുറിവുകൾ, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആണ്ടിൽ അത് പഴുത്ത് പൊട്ടുന്നതും അസഹനീയത ഉളവാക്കുന്നതുമായിട്ടുള്ള ദുരനുഭവങ്ങളാണ്. രണ്ടാമത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവനുണ്ടായ രണ്ടാമത്തെ മുറിവ്, താൻ ആരെ വിശ്വസ്തമായി സേവിച്ചുവോ ആ മിസ്രൈമിലെ പോത്തിഫർ എന്ന് പറയുന്ന പ്രശസ്തനായ തന്റെ യജമാനിൽ നിന്നാണ്. അവിടെ നമ്മൾ വായിക്കുന്നത് യോസേഫ് വളരെ ബോധപൂർവം ആ പോത്തിഫർ അവനെ ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്തങ്ങളും 100% വിശ്വസ്തമായി അവൻ ചെയ്തു. 100% വിശ്വസ്തനായി അവൻ പോത്തിഫറിന്റെ ഭവനത്തിലായിരുന്നു. അവനെക്കുറിച്ച് ഏതെങ്കിലും ഒരു
അവിശ്വാസം പോത്തിഫറിന് ഉണ്ടാകാൻ ഇടയില്ലാത്ത നിലയിൽ അവൻ എല്ലാ മണ്ഡലങ്ങളിലും വിശ്വസ്തനായി അവന്റെ വേല ചെയ്തു. യോസേഫിനെ പൂർണ്ണമായും പോത്തിഫർ വിശ്വസിച്ചിരുന്നു. എന്നാൽ പോത്തിഫറിന്റെ ഭാര്യ യുവകോമളനായ ഈ യോസേഫിൽ ആകർഷനാകുകയും അവളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് പല പ്രാവശ്യം അവനെ നിർബന്ധിക്കുകയും ചെയ്തു. സ്വന്തം മനസാക്ഷിയിലും ഹൃദയത്തിലും വിശ്വസ്തനും വിശുദ്ധനും നിഷ്കളങ്കനുമായിരുന്ന യോസേഫ്, ഞാൻ ഈ അതിക്രമം ചെയ്ത് എന്റെ ദൈവത്തോട് പാപം ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞ് ഭയാനകമായ ആ അന്തരീക്ഷത്തിൽ നിന്ന് അവൻ ഓടി രക്ഷപ്പെട്ടു. അവിടെ എങ്കിലും പോത്തിഫർ തന്റെ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്ന സമയത്ത് അവളുടെ ജഡീക ഇച്ഛാ നിവൃത്തിക്ക് പാത്രീഭവിക്കുവാൻ യോസേഫിനെ കിട്ടുകയില്ല എന്ന് അറിഞ്ഞ ഈ പോത്തിഫറിന്റെ ഭാര്യ നീതിക്ക് വിരോധമായി യോസേഫിനെ കുറിച്ച് പോത്തിഫറിനോട് പറഞ്ഞ് അവനെ വിശ്വസിപ്പിച്ചു. ഞാൻ ഇങ്ങനെ എന്റെ മനസ്സിൽ ചിന്തിക്കുകയാണ്. പോത്തിഫർ ഈ വിവരം അറിഞ്ഞ ഉടനെ യോസേഫിനെ വിളിച്ചു. യോസേഫിനോട് ചോദിച്ചു കാണും, ജോസഫ്, ഡിഡ് യു ഡു ഇറ്റ്? യോസഫ്, നീ അത് ചെയ്തോ? അവന്റെ ഉത്തരം, നോ മാസ്റ്റർ, ഐ ഡിഡ് നോട്ട്. ഞാൻ അങ്ങനെ ചെയ്തില്ല. രണ്ടാമത്തെ ചോദ്യം പോത്തിഫർ ചോദിച്ചു കാണും, ആർ യു സേയിങ് ദാറ്റ് മൈ വൈഫ് ഈസ് ലൈങ്? ആർ യു സേയിങ് മൈ വൈഫ് ഈസ് ലൈങ്? എന്റെ ഭാര്യ പറയുന്നത് കള്ളമാണെന്നാണോ നീ പറയുന്നത്? പോത്തിഫർ തന്റെ അധികാരത്തിന്റെ സ്വരത്തിൽ യോസേഫിനോട് ചോദിച്ചിരിക്കണം. അവൻ പറഞ്ഞു, മാസ്റ്റർ, ഐ ആം ടെലിംഗ് ദ ട്രൂത്ത്. യജമാനെ, ഞാൻ സത്യമാണ് പറയുന്നത് എന്നവൻ പറഞ്ഞു. ഏതായാലും ഇത് കേട്ടു പോത്തിഫറിന്റെ കോപം ജ്വലിച്ചു. ആ കോപം യോസേഫിന്റെ നേരെയാണോ, തന്റെ ഭാര്യയുടെ നേരെയാണോ, അതോ തന്നോട് തന്നെയാണോ എന്നുള്ളത് നമുക്കറിയാൻ വയ്യ. എങ്ങനെയായിരുന്നാലും നാം വായിക്കുന്നത് പോത്തിഫർ യോസേഫിനെ പിടിച്ച് തന്റെ പ്രധാന കുറ്റവാളികളായ ആളുകൾ കിടക്കുന്ന കാരാഗ്രഹത്തിൽ ആക്കി. ആ കാരാഗ്രഹത്തിലേക്ക് അവനെ അയക്കുമ്പോൾ വാസ്തവത്തില് ഈ പോത്തിഫർ ചെയ്ത കാര്യം തന്റെ സ്വന്തം ഭാര്യയ്ക്ക് അപമാനം വരാതിരിക്കേണ്ടതിനും തന്റെ സ്വന്തം ഓഫീസിന്റെ മഹത്വം കാത്തു സൂക്ഷിക്കേണ്ടതിനും നിരപരാധിയായ യോസേഫിനെ ഒരു ബലിമൃഗമാക്കി കാരാഗ്രഹത്തിലേക്ക് തള്ളി. ഞാൻ പലപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത യോസേഫിനെ, വിശ്വസ്തനായി സേവ ചെയ്ത യോസേഫിനെ ഏൽപ്പിച്ച എല്ലാ കാര്യങ്ങളും പരമാർത്ഥ ചിത്തനായി പ്രവർത്തിച്ച യോസേഫിനെ ഒരു നിമിഷത്തിലെ ഒരു സ്ത്രീയുടെ വാക്കിൽ വിശ്വസിച്ച് പോത്തിഫറും അവനോട് ദയയില്ലാതെ അവനെ കാരാഗ്രഹത്തിലാക്കി. അവൻ കൈവിടപ്പെട്ടവനായി തീർന്നു. അവന്റെ ഭാര്യയുടെ മാനം സൂക്ഷിക്കേണ്ടത് അവന്റെ ആവശ്യമാണ്. തന്റെ സ്ഥാനത്തിന്റെ മഹത്വം അത് മുറുകെ പിടിക്കേണ്ടത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഞാൻ വിശ്വസിക്കുന്നത് പോത്തിഫറിന്റെ ഭാര്യയെ പോത്തിഫർ വിശ്വസിച്ചതിനേക്കാൾ യോസേഫിനെ പോത്തിഫർ വിശ്വസിച്ചിട്ടുണ്ടാവും. അവൻ തെറ്റുകാരനല്ല എന്നും ഒരു പക്ഷെങ്കിൽ അവന് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. കാരണം മിസ്രൈമിലെ നീതിയുടെ പ്രമാണം അനുസരിച്ച് ഒരു യജമാനന്റെ അടിമയായിരിക്കുന്ന വ്യക്തി ഈ നിലയിൽ ഏതെങ്കിലുമൊക്കെ ഉള്ള അപരാധങ്ങൾ പ്രവർത്തിച്ചാൽ, യജമാനന് നഷ്ടം വരുത്തിയാൽ അവനെ കൊല്ലുകയാണ് ചെയ്യുന്നത്. ഇവിടെ പോത്തിഫർ അവനെ കൊന്നില്ല, കൊല്ലുന്നതിന് പകരം അവനെ കാരാഗ്രഹത്തിലേക്ക് അയച്ച് തടങ്കലിലാക്കിയാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പോത്തിഫറിന്റെ ഭാര്യ ആണ് വാസ്തവത്തിൽ തെറ്റുകാരി എന്ന് അന്തരംഗത്തിൽ ഒരു പക്ഷെങ്കിൽ പോത്തിഫറിന് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുണ്ടാവും. പല ആളുകളെയും കാരണം കൂടാതെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും അവരുടെ നന്മകൾക്ക് തടസ്സം സൃഷ്ടിക്കുകയും അവരെ ഒരുതരം വീട്ടുതടങ്കൽ പോലെ ആക്കി അവരുടെ ശുശ്രൂഷകളെ തടയും ചെയ്യുമ്പോൾ അതിൽ ആനന്ദിക്കുന്ന അർമാദിക്കുന്ന ആളുകൾ തങ്ങളുടെ തന്നെ തെറ്റുകൾ മറയ്ക്കാനും തങ്ങൾക്ക് ഉള്ള മഹത്വം മറ്റുള്ള മുമ്പാകെ ഇല്ലാതെ പോകാതിരിക്കാനും നിരപരാധികളെ ക്രൂശിക്കുന്ന ചരിത്രമാണ് ചരിത്രത്തിന്റെ ഏടുകളിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു മരണയോഗ്യമായത് യാതൊന്നും ചെയ്തിട്ടില്ല എന്ന് നാടുവാഴിയായ പീലാത്തോസിനെ വളരെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. ഞാൻ അവനെ മാറി മാറി വിസ്തരിച്ചാറ് മരണയോഗ്യമായതൊന്നും അവൻ പ്രവർത്തിച്ചതായി ഞാൻ കാണുന്നില്ല എന്ന് പീലാത്തോസ് യഹൂദന്മാർ പറഞ്ഞു. അപ്പോ നമ്മൾ വായിക്കുന്നത് അവനെ ക്രൂശിക്കുക എന്ന് ഒരാർത്ഥ വിളിച്ചെന്നാണ്. പീലാത്തോസിന്റെ അന്തരംഗത്തിൽ യേശു നിഷ്കളങ്കനാണ്, നിരപരാധിയാണെന്ന്
അവനറിയാമായിരുന്നു. പക്ഷേ ജനത്തിന്റെ ഇഷ്ടത്തിന് ചാഞ്ഞു കൊടുക്കേണ്ട ആവശ്യം വന്നപ്പോൾ നിരപരാധിയെ ക്രൂശിപ്പാൻ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. പല കാര്യങ്ങളിലും യോസേഫ് നമ്മുടെ കർത്താവായ യേശുവിന്റെ മനോഹരമായ ഒരു ചിത്രമാണ്. ഇവിടെ ഇതാ തെറ്റുകാരനല്ലാത്തവൻ ഒരു ബലിമൃഗമായി മാറ്റപ്പെടുന്നു. എന്നതിനു വേണ്ടി പോത്തിഫറിന്റെ ഭാര്യയുടെ മാനം രക്ഷിക്കുവാനും പോത്തിഫറിന്റെ ഓഫീസിന്റെ മഹത്വം സംരക്ഷിക്കപ്പെടുവാനും. അപ്പൊ അവന്റെ സ്വന്തം സഹോദരന്മാരെ അവനെ തള്ളിക്കളഞ്ഞു. അതുപോലെ തന്നെ അവൻ വിശ്വസിച്ച പോത്തിഫറും അവനെ ആഴമേറിയ മുറിവുണ്ടാക്കി. മൂന്നാമത് വായിക്കുന്നത്, അവന് കാരാഗ്രഹത്തിൽ വെച്ച് സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത പാനപാത്രവാഹകൻ. അവന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്ത് രാജാവ് അവനെ വീണ്ടും പാനപാത്രവാഹകനായി നിയമിക്കുമെന്നും അങ്ങനെ ചെയ്യുന്ന സമയത്ത് എന്റെ കാര്യം കൂടെ ഫറവോനെ ബോധിപ്പിക്കണമെന്നും പറഞ്ഞാണ് ഇവൻ അവനെ പറഞ്ഞയച്ചത്. പക്ഷേ നാം വായിക്കുന്നു, അവനോട് അങ്ങനെ ഉറപ്പ് നൽകി, ഞാൻ നിശ്ചയമായും നിന്റെ കാര്യം ഫറവോന്റെ സന്നിധിയിൽ ബോധിപ്പിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അവന് അങ്ങനെ ചെയ്തില്ല. ഏതാണ്ട് 2 വർഷക്കാലം അവൻ വാസ്തവത്തിൽ ആ അവസ്ഥയിൽ തന്നെ കടന്നു പോകേണ്ടായി വന്നു. നന്മ ചെയ്തവർ നമ്മെ മറന്നു പോവുക, നമുക്ക് ഉപകാരം ചെയ്തവർ നാം ഉപകാരം ചെയ്തവർ തന്നെ നമ്മെ മറന്നു പോവുക. രോഗശയ്യയിൽ നമ്മൾ താങ്ങും തണലുമായി വർദ്ധിച്ച ആളുകൾ, സാമ്പത്തിക ക്ലേശങ്ങളിൽ നമുക്കുള്ളവയിൽ നിന്ന് കൈത്താങ്ങം നൽകി സഹായിച്ചവർ, ജീവിതത്തിന്റെ അരക്ഷിത അവസരങ്ങളിൽ ആരും തിരിഞ്ഞു നോക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമുക്കുള്ളതുകൊണ്ടും നമ്മൾ ശുശ്രൂഷ ചെയ്ത ആളുകൾ, തങ്ങൾക്ക് ഐശ്വര്യവും നന്മയും അനുഗ്രഹങ്ങളും ഉണ്ടാകുമ്പോൾ നമ്മളെ പാടെ മറന്നു കളയുന്നത് മനുഷ്യ സഹജമായ സ്വഭാവമാണ്. എന്നാൽ ഈ പറയപ്പെട്ട എല്ലാറ്റിലും ഏറ്റവും ആഴമേറിയ മുറിവ് യോസേഫ് സഹിക്കേണ്ടി വന്നത് വാസ്തവത്തിൽ അവന് മറ്റുള്ളവരാൽ തള്ളപ്പെട്ടു എന്നുള്ളതാണ്. അല്ലെങ്കിൽ മറ്റുള്ളവരാൽ കൈവിടപ്പെട്ടു, ഉപേക്ഷിക്കപ്പെട്ടു, തള്ളിപ്പറയപ്പെട്ടു എന്നുള്ളതാണ്. ഏതൊക്കെ മണ്ഡലങ്ങളിലാണ് യോസേഫ് കടന്നുപോയത് എന്ന് നമ്മൾ പരിശോധിക്കണം. അവന്റെ സ്വന്തം സഹോദരന്മാർ അവനെ തള്ളിപ്പറഞ്ഞു. അവന്റെ സ്വന്തം സഹോദരന്മാർ തള്ളിപ്പറഞ്ഞ കൂട്ടത്തിൽ പോത്തിഫറിന്റെ ഭവനം അവനെ തള്ളിപ്പറഞ്ഞു. പോത്തിഫറിന്റെ ഭാര്യ അവനെ തള്ളിപ്പറഞ്ഞു. പാനപാത്രവാഹകൻ അവനെ തള്ളിപ്പറഞ്ഞു. എല്ലാവരും അവനെ ഉപേക്ഷിച്ചു കളഞ്ഞു. ഇങ്ങനെയുള്ള ഒരു ആഴമേറിയ 3 മുറിവുകൾ സ്വന്തം സഹോദരന്മാരിൽ നിന്നും, തന്റെ യജമാനായ പോത്തിഫറിൽ നിന്നും, അതുപോലെ തന്നെ അവന്റെ ഈ ജീവിതത്തില് അവന്റെ സ്വന്തം സഹോദരന്മാരിൽ നിന്നും, അല്ലെങ്കിൽ അവന്റെ ഈ പാനപാത്രവാഹനിൽ നിന്നും എല്ലാവരാലും ഉപേക്ഷിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ അപമാനത്തിന്റെയും ആകുലത്തിന്റെയും ചിന്താഭാരത്തിന്റെയും ആഴമേറിയ മുറിവുകൾ ഹൃദയത്തിൽ വഹിച്ചുകൊണ്ട് 13 സംവത്സരങ്ങൾ അവൻ കാരാഗ്രഹത്തിലായിരുന്നു. ഒരു മനുഷ്യന്റെ യൗവനകാലം മാനസികമായും ബൗദ്ധികമായും ശാരീരികമായി എല്ലാം അവൻ പ്രകാശിതനായി തീരേണ്ട അവന്റെ ആ നല്ല കാലം അവൻ കാരാഗ്രഹത്തിൽ തടവറയിലായിരുന്നു. ഈ ചിന്തകൾ അവന്റെ ഹൃദയത്തെ വേട്ടയാടിക്കൊണ്ടേ ഇരുന്നു. സ്വാഭാവികമായി സംഭവിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള അനുഭവങ്ങൾ, ഈ ആഴമാറിയ മുറിവുകൾ മനസ്സിനെയും ഹൃദയത്തെയും വല്ലാതെ ബാധിക്കുമ്പോൾ കോപവും കയ്പും പ്രതികാരബുദ്ധിയും യോസേഫിന്റെയും മനസ്സിൽ ഉണ്ടാകേണ്ടതാണ്. അവനോട് ബാഡായി ഏർപ്പെട്ട ആളുകളോട്, അവന്റെ സ്വന്തം സഹോദരന്മാരോട്, അതുപോലെ പാനപാത്രഭാവനോട്, മിസ്രൈമിലെ ഈ പ്രശസ്തനായിരുന്ന പോത്തിഫറിനോടൊക്കെ അവന് വാസ്തവത്തിൽ കോപവും, അതിരറ്റ കോപവും, കയ്പിന്റെ അനുഭവവും, അതുപോലെ പ്രതികാര ബുദ്ധിയും ഉണ്ടാകേണ്ടതാണ്. അത് യോസേഫ് അങ്ങനെ ഉണ്ടായില്ല. നമുക്കറിയാമല്ലോ, അവന്റെ സഹോദരന്മാർക്ക് തന്നെത്താൻ അവൻ മിസ്രൈമിൽ വെച്ച് വെളിപ്പെടുത്തുന്ന അവന്റെ അരമനയിലെ രംഗം. അവൻ പറയാണ്, സഹോദരന്മാരെ, നിങ്ങൾ എനിക്ക് ദോഷം നിരൂപിച്ചു, എങ്കിലും നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി നിങ്ങൾക്ക് മുമ്പേ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നു എന്ന് നിങ്ങൾ അറിയുക. നിങ്ങൾ എന്റെ നേരെ ദോഷമാണ് നിരൂപിച്ചത്, എന്നാൽ ദൈവം നിങ്ങളുടെ ജീവരക്ഷയ്ക്കായി എന്നോട് അങ്ങനെ ചെയ്യുകയായിരുന്നു ചെയ്തത്. അതുപോലെ തന്നെ അവരോട് യാതൊരു വിദ്വേഷവും യോസേഫിന്റെ സഹോദരന്മാർ പേടിച്ച് വിറച്ചുപോയി. തിരുമേനി, അടിയങ്ങൾക്കൊരു ദോഷവും ചെയ്യുകയില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പു തരണമെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, ഒരു പ്രതികാരവും അവൻ അവരോട് ചെയ്തില്ല. എന്താ കാരണറിയാമോ? ഞാൻ ഈ യോസേഫിന്റെ ജീവിതത്തിലെ ആഴമേറിയ
മുറിവുകളും പേറി ഉണങ്ങാത്ത മുറിവുമായി യോസേഫ് ഇങ്ങനെ 13 വർഷക്കാലം താൻ ചെയ്യാത്ത അപരാധത്തിന് ശിക്ഷ പേറിക്കൊണ്ട് ജീവിക്കുന്ന ഈ തടവറയുടെ നാളുകളെ സൂക്ഷ്മമായി പരിശോധിച്ചപ്പോൾ ഒരു വാചകം പരിശുദ്ധാത്മാവ് അവിടെ എഴുതിയിട്ടുണ്ട്. യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ പോയെടുത്തുകയും കൃതാർത്ഥനായി. ഒരു പക്ഷെങ്കിൽ നമ്മളെ ഒരിക്കലും തള്ളിപ്പറയുകയില്ല, ഒറ്റിക്കൊടുക്കുകയില്ല, ദ്രോഹിക്കുകയില്ല എന്ന് നമ്മൾ ആഴമായി വിശ്വസിച്ച നമ്മുടെ ചില പ്രിയപ്പെട്ടവർ, നമ്മുടെ സ്വന്തം ആളുകൾ നമ്മെ ദാരുണമായി ഒറ്റിക്കൊടുത്തു എന്ന് വരാം, വിറ്റുകളഞ്ഞു എന്ന് വരാം, മനസ്സലിവില്ലാതെ നമ്മെ തള്ളിക്കളഞ്ഞു എന്ന് വരാം. അതുപോലെ തന്നെ നാം ആശ്രയിക്കുകയും വിശ്വസ്തമായി സേവ ചെയ്യുകയും ചെയ്ത നമ്മുടെ യജമാന്മാർ, നമ്മെ കൊണ്ട് ഉപകാരമുണ്ടായവർ, അവർ നമ്മളെ കാരാഗ്രഹത്തിന്റെ തടവറയിൽ അല്ലെങ്കിൽ ഈ ബന്ധനത്തിലാക്കി എന്ന് വരാം. നാം സ്വപ്നം വ്യാഖ്യാനിച്ചു കൊടുത്തിട്ട് പഴയ ജോലിയിലേക്ക് പുനഃപ്രവേശിപ്പിക്കപ്പെട്ട് എല്ലാ നന്മയും ഫറവോന്റെ കൊട്ടാരത്തിലെ അനുഭവിച്ച ചില ആളുകൾ, നാം മുഖാന്തരമായി ചില നന്മ അനുഭവിച്ച ആളുകൾ, അവർ നമ്മളെ ശാശ്വതമായി മറന്നുപോയി എന്ന് വരാം. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കോപവും ക്രോധവും പാരവശ്യതയും കയ്പും അതുപോലെ പ്രതികാര ചിന്തയും നമ്മൾ ഉണ്ടാകേണ്ട പോലും ആർന്ന് ഒലിക്കുന്ന ഈ മുറിവിന്റെ പഴുത്ത ഈ മുറിവിന്റെ വിങ്ങലുമായി യോസേഫ് മിസ്രൈമിൽ കാരാഗ്രഹത്തിൽ കിടന്നു. എങ്കിൽ എല്ലാവരും അവനെ തള്ളിപ്പറഞ്ഞു. സ്വന്തം സഹോദരന്മാര്, പാനപാത്രവാകൻ, ഈ പോത്തിഫറിന്റെ ഭാര്യ, എല്ലാവരും കപ്ബേറർ, പാനപാത്രവാകൻ, എല്ലാവരും തള്ളിപ്പറഞ്ഞു. എന്നാൽ കർത്താവ് അവനെ തള്ളിപ്പറഞ്ഞില്ല. നമ്മൾ വായിക്കുന്നത് യഹോവ അവനോടുകൂടെ ഉണ്ടായിരുന്നുകൊണ്ട് അവൻ പോയെടുത്തുകയും കൃതാർത്ഥനായി എന്നാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും ഹീലാകാത്ത ചില വൂണ്ടുകൾ ഉണ്ടാകും. എന്നോട് എത്രയോ ആളുകൾ പറഞ്ഞിട്ടുണ്ട്, തങ്ങളുടെ മക്കളെ വഞ്ചകന്മാരായ ഈ ഭാര്യമാരെ ശുശ്രൂഷ ചെയ്യാത്ത, അല്ലെങ്കിൽ ഈ ബന്ധം പുലർത്താൻ ഇഷ്ടപ്പെടാത്ത സ്വാർത്ഥ തൽപരരായ പല ആളുകൾക്ക് വിവാഹം ചെയ്തു കൊടുത്തിട്ടുണ്ട്. അവർ മുഖാന്തരം ഉണ്ടായിട്ടുള്ള മുറിവുകൾ അത് പേറി ജീവിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്. ഭർത്താവിന്റെ ശാരീരിക മാനസിക പീഡനങ്ങൾ കൊണ്ട് ആഴമേറിയ മുറിവുകൾ വഹിച്ചുകൊണ്ട് ജീവിക്കുന്ന എത്രയോ നിഷ്കളങ്കരായ പെൺകുട്ടികളുണ്ട്. ചതിവിൽപ്പെട്ടവർ, വഞ്ചിക്കപ്പെട്ടവർ, മനഃപൂർവ്വമായി ദ്രോഹം സഹിക്കേണ്ടി വന്നവർ, കുരിശ് ചുമക്കേണ്ടി വന്നവർ, പല കാറ്റഗറിപ്പെട്ടവരാ. പക്ഷേ എന്തറിയാമോ, ഒരു തത്വം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുന്നു. യോസേഫ് ചെയ്തത് ഒരു കയ്പും അവന്റെ ഹൃദയത്തിൽ ഉണ്ടായില്ല, ഒരു പ്രതികാര ചിന്തയും അവന്റെ മനസ്സിൽ ഉദിച്ചില്ല, യാതൊരു കോപത്തിനും ക്രോധത്തിനും അവൻ വശംവദപ്പെട്ടില്ല. താൻ ന്യായമായി വിധിക്കുന്ന സൃഷ്ടാവിന്റെ കയ്യിൽ ശാന്തമായി തന്റെ കാര്യങ്ങൾ ഫലമേൽപ്പിച്ചു. നീണ്ട 13 വർഷങ്ങൾ മാനസികവും ശാരീരികമായി വികാസം പ്രാപിക്കേണ്ട അവരെ യൗവനത്തിന് നാളുകൾ അവൻ കാരാഗ്രഹത്തിൽ ചങ്ങലകളിലായിരുന്നു. എന്നാൽ 30-ാമത്തെ വയസ്സിൽ നാം വായിക്കുന്നത് ദൈവം യോസേഫിനെ ഓർത്തു. നാം കാരാഗ്രഹപ്രമാണി മറന്നു, പാനപാത്രവാകൻ മറന്നു, സ്വന്തം സഹോദരങ്ങൾ മറന്നു, പോത്തിഫർ മറന്നു, പോത്തിഫറിന്റെ ഭാര്യ മറന്നു, ഫറവോനും തന്നെ മറന്നു. എന്നാൽ യഹോവ യോസേഫിനെ ഓർത്തു. ഇതാണ് ഇന്ന് നമുക്ക് പറയാനുള്ള സന്ദേശം. ആഴമേറിയ ജീവിതത്തിന്റെ മുറിവുകളും പേറി നാം മുമ്പോട്ട് പോകുമ്പോൾ എന്റെ വേദന എനിക്ക് സഹിക്കാൻ കഴിയുന്നതിൽ അധികമാണ്. എന്റെ പങ്കപ്പാടുകൾ അനർഹമായതാണ്. കർത്താവേ, ഞാനിത് സഹിക്കേണ്ടി വന്നല്ലോ, ഇതിന് ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചിന്തിച്ച് നിരാശപ്പെടുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ ഇന്ന് എന്നെ ശ്രമിക്കുന്നെങ്കിൽ ഞാൻ പറയട്ടെ, കർത്താവ് നിങ്ങളോടുകൂടെ ഉണ്ട് എന്നുള്ള നിശ്ചയദാർഢ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ഓർക്കുന്ന ഒരു ദിവസമുണ്ട്. കർത്താവ് യോസേഫിനെ ഓർത്തു. ആ കാരാഗ്രഹത്തിൽ നിന്ന് അവന് വിടുതൽ നൽകി. മിസ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രിയായി അവൻ ഉയർത്തപ്പെട്ടു. സുവർണ സരപ്പുളി അവന്റെ കഴുത്തിൽ, അവന്റെ കൈകൾക്ക് മോതിരം, വിശേഷ വസ്ത്രം, കാലിൽ ചെരുപ്പ്. മിസ്രൈമിന്റെ പ്രഭുക്കന്മാർ മുമ്പാകെ യോസേഫ് മിസ്രൈമിനൊക്കെയും ശ്രേഷ്ഠനായ മന്ത്രി എന്നുള്ള പരസ്യമായ പ്രഖ്യാപനം. നമ്മെ മാനിക്കുന്ന ഒരു ദൈവം, ജീവിതത്തിന്റെ അനർഹമായ വേദനകൾ പേറിക്കൊണ്ട്, ഉണങ്ങാത്ത മുറിവുകൾ പേറിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിന് ശാശ്വതമായ ഒരു പരിസമാപ്തി തന്ന് നമ്മെ മാനിക്കുന്ന വിശ്വസ്തനായ ദൈവം
നമുക്കുള്ളിടത്തോളം കാലം നമ്മൾ ഒട്ടും അചഞ്ചലപ്പെടാതെ കർത്താവിന്റെ സന്നയിൽ ശാന്തമായിരിക്കുക. നമ്മെ ഓർക്കേണ്ടവർ മറന്നുപോയാൽ നമ്മെ മറക്കാത്തവൻ ഒരു നാൾ നമ്മെ ഓർക്കുന്ന മനോഹരമായ ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിനായി പ്രത്യാശയോടെ ധൈര്യത്തോടെ കാത്തിരിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വേലയിൽ സുവിശേഷകൻ ടൈറ്റസ് ഫ്രം ഇടയാറുണ്ട്.